മയക്കുമരുന്ന് ഉപയോഗവും അതേ തുടർന്നുള്ള അക്രമങ്ങളും വർദ്ധിക്കുമ്പോഴും മതിയായ ജീവനക്കാരില്ലാതെയാണ് എക്സൈസ് വകുപ്പ് പ്രവർത്തിക്കുന്നത്. PSC റാങ്ക് ലിസ്റ്റ് വന്നിട്ടും കഴിഞ്ഞ 2 വർഷമായി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരെ നിയമിച്ചിട്ടില്ല. ജീവനക്കാർ ഇല്ലാത്തതുകൊണ്ട് മാത്രം നിരവധി പദ്ധതികളാണ് ഉദ്ഘാടനങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നത്. എന്നാൽ ഒഴിവുകളില്ലാത്തിടത്തും നോട്ടിഫിക്കേഷൻ ഇറക്കി ഉദ്യോഗാർത്ഥികളെ വഞ്ചിച്ചെന്നും ആരോപണമുണ്ട്. സുനിഷ ഇല്ലൂർ ചേരുന്നു. സുനിഷ, ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ അപ്പോഴും വേണ്ടത്ര വനിതാ എക്സൈസ് ഓഫീസർമാർ നമുക്കില്ല, അല്ലേ? അരുൺ, അത് തന്നെയാണ്. അതായത് ഈ ലഹരി ഉപയോഗം കൂടുന്നു, ആളുകൾ ഈ പറയുന്നത് പോലെ തന്നെ നിരന്തരമായി ഈ ലഹരി കേസുകളിൽ ആളുകളെ പിടികൂടുകയും ചെയ്യുന്നു. പക്ഷേ അതിനു മാത്രമായ ഉദ്യോഗസ്ഥർ ഈ വകുപ്പിലില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു കാര്യം എന്ന് പറയുന്നത്, എക്സൈസ് വകുപ്പിലെ ജീവനക്കാരുടെ രീതി തന്നെ അത് തുടക്കം മുതലുള്ള അതേ പാറ്റേണിലാണ് ഇപ്പോഴും പോകുന്നത് എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിലാണ് ഈ ജീവനക്കാരുടെ കുറവ് അത് സാരമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്നതാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന്. ഈ പറയുന്നത് പോലെ കുട്ടികൾ നോക്കുകയാണെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒരുപോലെ ലഹരി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പെൺകുട്ടികളിലേക്ക് അല്ലെങ്കിൽ സ്ത്രീകളിലേക്കൊക്കെ തന്നെയും പരിശോധന ശക്തമാക്കണമെങ്കിൽ വനിതാ ഓഫീസർമാരുടെ ആവശ്യം അത് അനിവാര്യമാണ് എന്നതാണ്. പക്ഷേ നിയമനം നടക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. 2022 നിയമനം നടന്നിരുന്നത്. അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ ഒന്നും തന്നെ പിന്നീട് നിയമനമൊന്നും നടക്കുന്നില്ല. പക്ഷേ നേരത്തെ തന്നെ ഈ നോട്ടിഫിക്കേഷൻ വിളിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ചിലരുണ്ട്. അവരെ പോലും ഈ നിയമിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം ഒരു 6% മാത്രമാണ് ആകെ നിയമനം നടന്നിട്ടുള്ളത് എന്നതാണ്. അതിൽ കണ്ണൂരും പത്തനംതിട്ട ജില്ലയും നോക്കിയാൽ ഒരു നിയമനവും നടന്നിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവർ പറയുന്നത് എന്തുകൊണ്ടാണ്, അതായത് ഇത്രയും നിയമനമില്ല, ഈ ഒഴിവുകൾ ഉണ്ട് എന്ന് പറഞ്ഞാണ് PSC ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത്. പക്ഷേ ഈ എക്സാം എഴുതി റാങ്ക് ലിസ്റ്റിൽ വരുമ്പോഴാണ് ആ ജില്ലകളിൽ ഒഴിവില്ല എന്ന് മനസ്സിലാകുന്നത്. സാധാരണ രീതിയിൽ PSC സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഈ യൂണിഫോം എക്സാമുകളുടെ ഈ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ തന്നെ 1.25 കോടി രൂപയുടെ കാശ് തന്നെ ആവശ്യമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിലാണ് സാമ്പത്തിക പ്രതിസന്ധി ആയതുകൊണ്ട് തസ്തിക സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് ഒരു വശത്ത് പറയുകയും ചെയ്യുന്നത്. എന്തുകൊണ്ട് നിയമനം നടത്തുന്നില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിമുക്തി പോലുള്ള ചില പദ്ധതികൾ ഇപ്പോഴും പാതി വഴിയിലായി പോകുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് എന്നതാണ്. ഏതായാലും കൃത്യമായി നിയമനം നടത്തേണ്ടതുണ്ട്. ഇനി 1 മാസം മാത്രമാണ് ഇവരുടെ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയുള്ളത്. അതിനിടയിൽ തന്നെ ഈ റാങ്ക് ലിസ്റ്റിലെ ആളുകളെ എടുക്കുന്നതിന് മുന്നോടിയായി തന്നെ അതിനു മുന്നേ തന്നെ വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ വകുപ്പ് ഈ PSC ഇറക്കുന്നു എന്നതാണ്. എന്തുകൊണ്ടാണ് ഒഴിവില്ലാതെ ഒരു വശത്ത് നിയമനം നടത്താതെ എന്താണ് ഈ പിന്നെയും ഒഴിവുണ്ട് എന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ ഇറക്കുന്നതിലൂടെ വഞ്ചിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത് എന്ന ചോദ്യം കൂടി ഏതായാലും ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്ത് തങ്ങളുടെ ചോദ്യമുണ്ട്. പക്ഷെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യം, ഈ ലഹരിയുടെ കടത്തും ലഹരിയുടെ ഉപയോഗവും കൂടുന്ന സാഹചര്യത്തിൽ വേണ്ടത്ര വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരെ നിയമിക്കാത്തത് സർക്കാരിന്റെ പിടിപ്പുകേട് തന്നെയാണ്. തീർച്ചയായിട്ടും സർക്കാർ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ റിപ്പോർട്ട് തുടങ്ങിയതിന് പിന്നാലെ നിരവധി സംഘടനകളും ഈ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിൽ പങ്കാളികളാവുകയാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായി മുന്നോട്ടിറങ്ങണം. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക അജണ്ടയായി മറ്റു രാഷ്ട്രീയ വിഷയങ്ങൾക്കൊപ്പം ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും വേണം. കാരണം ഇത് രക്ഷിതാക്കളോ അധ്യാപകരോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റോ മാത്രം വിചാരിച്ചാൽ കെടുത്താൻ കഴിയുന്ന ഒരു തീയല്ല ലഹരിയുടെ ഈ തീ. അത് പൊതുസമൂഹം ഒരുമിച്ച് ജാഗ്രതയോടുകൂടി തന്നെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ്. റിപ്പോർട്ടർ TV അതിന് മുൻകൈ എടുക്കുകയാണ്. പ്രിയപ്പെട്ട നേതാക്കളെയും പ്രിയപ്പെട്ട സമൂഹ സന്നദ്ധ സംഘടനകളെയും ഞങ്ങൾ സമീപിക്കും. നിങ്ങളുടെ കൂടി പിന്തുണയോടുകൂടി നമുക്ക് ഈ ലഹരി എന്ന മഹാവിപത്തിനെ തുടച്ചു നീക്കാൻ പരമാവധി ശ്രമിക്കാം. ഞാൻ ആവർത്തിച്ചു പറയുന്നു, നിങ്ങളുടെ സ്വർഗത്തെ നരകമാക്കാൻ ലഹരി അല്പമെങ്കിലും രുചിച്ചിരിക്കുന്ന ഒരാൾ മതി നിങ്ങളുടെ വീട്ടിൽ. പ്രത്യേക ജാഗ്രത വേണം.